ജീൻസും ടീഷർട്ടും ഇട്ടു നടന്ന ഷംജിദ ഇപ്പോൾ ഹജ്ജുമ്മയായത് കണ്ടു. പർദ്ദയും മാസ്കും ധരിച്ച് വീണ്ടും ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. വഴിവിട്ട ജീവിത രീതികൾ എങ്ങനെ മനുഷ്യനെ മാറ്റിക്കളയുന്നു എന്ന് നോക്കൂ. വിദേശത്താണ്, ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഷിംജിദയെ പോലീസ് പൊക്കിയത് വടകരയിൽ നിന്ന് ബന്ധുവിന്റെ വീട്ടിൽ നിന്ന്. ആകനെയുള്ള ഒരു മകനെ നഷ്ടപ്പെട്ട ആ അച്ഛൻ അപ്പോഴും പറഞ്ഞത് അവളെ കൊണ്ടുപോയത് മന്ത്രിമാരെ കൊണ്ടുപോകും പോലെയല്ലേ. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഷിംജിദ ആരാ സാറെ, കെട്ടിയോളാണോ എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയരുന്നത്. ഷിംജിദയെ 14 ദിവസം റിമാൻഡ് ചെയ്തു മഞ്ചേരി ജയിലിലേക്ക് അയച്ചു. അവളെ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എന്നാണ് ദീപകിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അവളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട്. ഇനി അവളെ പുറം ലോകം കാണിക്കരുതെന്ന് അവർ അഭ്യർത്ഥനയായി പറയുന്നു. അവർക്കത് പറയാം. നഷ്ടപ്പെട്ടത് ഇനി ആർക്കാണ് തിരിച്ചു നൽകാൻ കഴിയുക? എല്ലാം പോറ്റിക്കൊണ്ടുവന്നവൻ, താങ്ങും തണലുമായി നിന്നവൻ. ഈ നഷ്ടം ആർക്കാണ് നികത്താൻ കഴിയുക? ഒരു യുവതിയുടെ ദുരാഗ്രഹം ചെന്നെത്തിച്ചത് ഒരു യുവാവിനെ മരണവേളയിലേക്ക്. സമൂഹം പറയുന്നതിങ്ങനെ: ഷിംജിദക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ പ്രതിഷേധം വീണ്ടും ശക്തമാകും. ദുർബലയായ ഒരു സ്ത്രീ എങ്ങനെ മനുഷ്യ മനസ്സിന്റെ രോഷത്തിന് വിധേയയായി? വൈറലാകണം എന്ന ഒരൊറ്റ ഉദ്ദേശം ഇപ്പോൾ വെളിയിൽ മുഖം പോലും കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഹൃദയത്തിൽ കനിവുള്ള ആർക്കും തന്നെ ഈ ഷിംജിദ എന്ന സ്ത്രീയുടെ ഈ ക്രൂര പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. ആരെയും അറിയിക്കാതെ ഷിംജിദയെ കസ്റ്റഡിയിലെടുത്തതും മെഡിക്കൽ ചെക്കപ്പ് നടത്തിയതും കോടതിയിൽ ഹാജരാക്കിയതും ജനരോഷമുയരാൻ കാരണമായി. എന്തിനിവൾ സംരക്ഷിക്കപ്പെടുന്നു? ഇവൾ ആരാണ്? VIP ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരു വഴിക്ക്. അതിനൊരു കാരണമുണ്ട് സുഹൃത്തുക്കളെ. ജനങ്ങൾ ഇത്രയും രോഷത്തിൽ ഈ സ്ത്രീയോട് പറയുമ്പോൾ, ഇവളെ നേരിൽ കാണുമ്പോൾ ആ സാഹചര്യം ചിലപ്പോൾ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത കയ്യാങ്കളിയിലേക്ക് മാറും. അതിന്റെ ഉദാഹരണങ്ങളാണ് ജയിലിലേക്ക് എത്തിക്കുമ്പോൾ ഷിംജിദയെ തടഞ്ഞുവെക്കുവാനും ആക്രമിക്കാനും ശ്രമിച്ച ചിലരുടെ വീഡിയോ നമ്മൾ കണ്ടത്. നിയമപാലകർക്ക് വേറെ വഴിയില്ല. അവർക്ക് വാദിയെയും പ്രതിയെയും നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കേണ്ട ചുമതലയുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഷിംജിദയുടെ വിഷയത്തിൽ ശിക്ഷയെക്കാളും ഈ മാതാപിതാക്കൾക്ക് ഇനിയുള്ള കാലം ജീവിക്കുവാനുള്ള സാമ്പത്തികം ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകുവാനാണ് ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ആരുണ്ട് അവർക്ക്? അത് തന്നെയാണ് ദീപകിനെ നൊന്ത് പ്രസവിച്ച അമ്മ വേദനയോടെ പറഞ്ഞത്. ഞങ്ങൾക്കിനി ആരുണ്ട്? എല്ലാം നോക്കിയത് അവനാണ്. ഇല്ലാതാക്കി കളഞ്ഞല്ലോ, ഞാനിതെങ്ങനെ സഹിക്കും? ഈ വാക്കുകൾ കേരള സമൂഹത്തിന്റെ ഇടനെഞ്ചിലേക്കാണ് ആഴ്ന്നിറങ്ങിയത്. ഏതൊരു വാക്കിനാണ് ഇവരുടെ ഈ തീരാവേദന ഇല്ലാതാക്കി കളയാൻ കഴിയുക? ഷിംജിദക്ക് മാതൃകാപരമായുള്ള ശിക്ഷ നൽകണം. അങ്ങനെ നൽകുമ്പോൾ ഇനി ഇതുപോലെ വൈറലാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒട്ടേറെ ഷിംജിദമാരുടെ കണ്ണു തുറപ്പിക്കാൻ അത് പ്രചോദനമാകും. ബസ്സിൽ നിന്ന് ഷിംജിദ ചിത്രീകരിച്ച ആ വീഡിയോ കണ്ടവർ ആകെ പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ചിലപ്പോൾ ദീപകിന്റെ കൈ ഇവളുടെ ദേഹത്ത് തട്ടുന്നത് പോലെ നമുക്ക് തോന്നിയതെന്നും. യഥാർത്ഥത്തിൽ ഷിംജിദ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പൊതുസമൂഹം അറിയണം. ഒറിജിനൽ വീഡിയോ ഷിംജിദയുടെ മൊബൈലിൽ നിന്നും കണ്ടെത്തണം. ഇത്തരം നീച പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും മാപ്പില്ല. അങ്ങനെ മാപ്പ് നൽകുകയാണെങ്കിൽ ഒട്ടേറെ യുവാക്കളുടെ ദാരുണ മരണത്തിന് അത് കാരണമായി മാറും. നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു.